നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മീൻ പിടിക്കുന്നതിനിടെ പക്ഷാഘാതം വന്ന് തൊഴിലാളി കടലിൽ കുടുങ്ങി. രക്ഷകരായി കോസ്റ്റൽ പോലീസും തീരത്തെ രക്ഷാപ്രവർത്തകരും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 33ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഗോപിക്കാനത്ത് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് പ്രൗഢിയേകി മഹാത്മാഗാന്ധിയുടെ പ്രതിമ. അനാച്ഛാദനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ആചാരപ്പെരുമയിൽ ആക്ഷേപഹാസ്യവുമായി പൊറാട്ട് വേഷങ്ങൾ. സാമൂഹ്യ പ്രശ്നങ്ങൾ നർമ്മത്തിൽ ചാലിച്ച പ്രകടനം കാഴ്ചക്കാർക്ക് കൗതുകമായി. തർക്കം പരിഹരിക്കുവാനായില്ല. പാറാശ്രീ ഭഗവതി ആലിചാമുണ്ടി ക്ഷേത്രത്തിൽ ഈ വർഷം കളിയാട്ടത്തിന് തെയ്യക്കോലങ്ങൾ ഉണ്ടാകില്ല. കയ്യൂർ സ്കൂളിൽ 68ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മീൻ പിടിക്കുന്നതിനിടെ പക്ഷാഘാതം വന്ന് കടലിൽ കുടുങ്ങിയ തൊഴിലാളിക്ക് രക്ഷകരായി കോസ്റ്റൽ പോലീസും തീരത്തെ രക്ഷാപ്രവർത്തകരും. പക്ഷാഘാതം വന്ന് തളർന്ന ബേക്കൽ പള്ളിക്കര സ്വദേശി സലോമനെയാണ് 8 മണിക്കൂറോളം പണിപ്പെട്ട് അതിസാഹസികമായി തീരത്തെത്തിച്ചത്. മീൻ പിടിക്കുന്നതിനിടെ പക്ഷാഘാതം വന്ന് തൊഴിലാളി കടലിൽ കുടുങ്ങിയത് ആശങ്ക ഉയർത്തിയപ്പോൾ രക്ഷകരായെത്തി കോസ്റ്റൽ പോലീസും തീരത്തെ രക്ഷാപ്രവർത്തകരും. ബേക്കൽ പള്ളിക്കര സ്വദേശി 40കാരനായ സലോമനെയാണ് കോസ്റ്റൽ പോലീസും തീരത്തെ രക്ഷാപ്രവർത്തകരും 8 മണിക്കൂറോളം പണിപ്പെട്ട് അതിസാഹസികമായി തീരത്തെത്തിച്ചത്. 2 ആഴ്ച മുമ്പാണ് സലോമൻ കോഴിക്കോട്ടെ ഏഞ്ചൽ ഫാത്തിമ എന്ന ബോട്ടിൽ മത്സ്യബന്ധനത്തിന് പോയത്. 3 ദിവസം മുൻപാണ് പക്ഷാഘാതം സലോമനെ പ്രതിസന്ധിയിലാക്കിയത്. ഒരു വശം തളർന്ന് ഇദ്ദേഹം അവശനായിരുന്നു. ഈ വിവരം ബുധനാഴ്ച വൈകിട്ട് ഹാം റേഡിയോ വഴിയാണ് പുറം ലോകം അറിഞ്ഞത്. പിന്നീട് ഹാം റേഡിയോ ഉടമയായ റോണിയുടെ സഹായത്തോടെ ബോട്ടിന്റെ ലൊക്കേഷൻ കണ്ടെത്തി. വിവരം ലഭിച്ചതിന് പിന്നാലെ സലോമനെ രക്ഷപ്പെടുത്താൻ ഫിഷറീസ് രക്ഷാ ബോട്ടിൽ ഹൊസ്തുർഗ് SI സെയ്ഫുദ്ദീന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 4-ന് രക്ഷാപ്രവർത്തകർ തൈക്കടപ്പുറത്ത് നിന്ന് പുറപ്പെട്ടു. രാത്രി 9:30 സലോമനെ കണ്ടെത്തുകയും രാത്രി 12ഓടെ പള്ളിക്കരയിലെത്തിക്കുകയും ചെയ്തു. 8 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് സലോമനെ കരയിലെത്തിക്കുവാനായത്. പള്ളിക്കരയിൽ നിന്നും സലോമനെ ഉദുമയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ICUവിലേക്കും മാറ്റി. സിവിൽ പോലീസ് ഓഫീസർ ശരത് കുമാർ, റെസ്ക്യൂ ഗാർഡ് സേതു, ശിവൻ, ഡ്രൈവർ ഷൈജു, സതീശൻ, മാർട്ടിൻ, ഷെൽവൻ, ബിജു, എന്തോനീസ്, സതീശൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 33ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഭോവിക്കാനത്ത് നടന്നു. വമ്പിച്ച പ്രകടനത്തിന് ശേഷം ഭോവിക്കാനം സൗപർണിക ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകളിൽ സർവീസ് പെൻഷൻകാരും അണിചേരണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ കുടുംബങ്ങളെ മാത്രമല്ല സമൂഹത്തെ ഒന്നാകെ നശിപ്പിക്കുവാൻ പോന്ന വിപത്താണെന്നും അതിനെതിരെയുള്ള ക്യാമ്പയിനുകളിൽ സർവീസ് പെൻഷൻകാരും അണിചേരണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 33ാമത് ജില്ലാ സമ്മേളനം ആഹ്വാനം ചെയ്തു. വമ്പിച്ച പ്രകടനത്തിനു ശേഷം ഭോവിക്കാനം സൗപർണിക ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് E. പ്രഭാകര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC. പ്രസന്ന, സംസ്ഥാന കമ്മിറ്റി അംഗം PK. മാധവൻ നായർ, U. രവിചന്ദ്ര, V. കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ KV. ഗോവിന്ദൻ സ്വാഗതവും കൺവീനർ EC. കണ്ണൻ നന്ദിയും പറഞ്ഞു. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി P. കുഞ്ഞമ്പു നായർ പ്രവർത്തന റിപ്പോർട്ടും S. ഗോപാലകൃഷ്ണൻ വരവ് ചെലവ് കണക്കും TV. സരസ്വതിക്കുട്ടി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മാസിക അവാർഡ് വിതരണം E. പ്രഭാകര പൊതുവാൾ നിർവഹിച്ചു. K. ജയറാം പ്രകാശ് സ്വാഗതവും K. സുജാതൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം E. മുകുന്ദൻ വരണാധികാരിയായി 35 അംഗ ജില്ലാ കമ്മിറ്റിയെയും 13 സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ഭാരവാഹികളായി K. ജയറാം പ്രകാശിനെ പ്രസിഡന്റായും U. രവിചന്ദ്ര, TV. സരസ്വതിക്കുട്ടി, ബാലൻ ഒളിയക്കാൽ, PV. നിർമ്മല എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും P. കുഞ്ഞമ്പു നായരെ സെക്രട്ടറിയായും KV. ഗോവിന്ദൻ, P. രാമചന്ദ്രൻ മാസ്റ്റർ, PV. ശ്രീധരൻ, EC. കണ്ണൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും S. ഗോപാലകൃഷ്ണൻ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് പ്രൗഢിയേകി മഹാത്മാഗാന്ധിയുടെ പ്രതിമ. പഞ്ചായത്തിന് മുന്നിൽ സ്ഥാപിച്ച പ്രതിമയുടെ ഉദ്ഘാടനം ഗംഭീരമായ ചടങ്ങിൽ നടന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു.
മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ സ്വന്തം ഫണ്ടിൽ നിന്നും 1.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്തിന് മുന്നിൽ മഹാത്മാഗാന്ധിയുടെ മനോഹരമായ പ്രതിമ സ്ഥാപിച്ചത്. ഗാന്ധിജിയുടെ സമാധാനം, സത്യം, ഐക്യം എന്നീ തത്വങ്ങൾ സമൂഹത്തിലെത്തിക്കുന്നതിനും ജനങ്ങൾക്ക് മഹാത്മാഗാന്ധിയോടുള്ള ആദരവും സ്മരണയും വളർത്തുന്നതിനുമായാണ് പ്രതിമ സ്ഥാപിച്ചത്. ഗാന്ധിയൻ ആശയങ്ങളുടെ മഹത്വം ഓർമ്മിക്കുന്നതിനും ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രാധാന്യം അറിയിക്കുന്നതിനും പ്രതിമ സഹായകരമാകും. പ്രതിമയുടെ ഉദ്ഘാടനം ഗംഭീരമായ ചടങ്ങിൽ നടന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലെവീന ಮೊಂದೇರೋ ಗಾಂಧಿ പ്രതിമ ಅನಾಚ್ಛಾದನ ചെയ്തു. ಈ ಬ್ರಿಟಿಷರು ಏನು ಅಂತ ಹೇಳಿ ಸುಮಾರು 200 ವರ್ಷಗಳ ತನಕ ಆಳಿದ್ರಲ್ವಾ, ಅಷ್ಟು ಆಳಿ ಸಮೇತ ಅಷ್ಟು ದೌರ್ಜನ್ಯವನ್ನು ನಾವು ಅನುಭವಿಸಿದ್ರು ಸಮೇತ ಅವರು ಹೋಗುವಾಗ ಫ್ರೆಂಡ್ಸ್ನಾಗಿ ಸ್ನೇಹಿತರಂತೆ ಹೋಗಿದ್ದಾರೆ. ಕಾರಣ ಏನಿರ್ಬೋದು? ಅಹಿಂಸೆ ತತ್ವವನ್ನು ನಾವು ಇಲ್ಲಿ ತತ್ವವನ್ನು ಪಾಲಿಸಿದ್ದು, ಅಹಿಂಸೆಯೊಂದಿಗೆ ನಾವು ಏನ್ ಮಾಡಿದ್ದು, ಸ್ವಾತಂತ್ರ್ಯವನ್ನು ಪಡೆದುಕೊಂಡದ್ದು. ಆಗ ಏನ್ ಮಾಡಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಸ್ನೇಹಿತರಾಗಿ ಬ್ರಿಟಿಷರು ಇಲ್ಲಿಂದ ಬಿಟ್ಟೋಗಿದ್ದಾರೆ. ಬಿಟ್ಟೋದ ಮೇಲೆ ನಾವು ಕಾಮನ್ವೆಲ್ತ್ನಲ್ಲಿ ನಮ್ಮನ್ನು ವಿಶ್ವಸಂಸ್ಥೆಯಲ್ಲಿ ನಮ್ಮ ಭಾರತವನ್ನು ಸಮೇತ ಸೇರಿಸಿದ್ದಾರೆ. ಇದು ಎರಡನೇದು ಕಾರಣ. ಸ್ನೇಹಿತರಾಗಿ ಹೋಗುವುದಕ್ಕೆ ಕಾರಣ, ಶತ್ರುಗಳು ಸ್ನೇಹಿತರಾಗಿ ಕೇಳುವಾಗ ಅದನ್ನು ಜಾಸ್ತಿಯಾಗಿ ಯಾರು ಕೇಳಿರ್ಲಿಕ್ಕಿಲ್ಲ. ಅದು ಕೇಳುವಾಗ ನಿಜವಾಗಿಯೂ ಮನಸ್ಸು ತುಂಬಿ ಬರ್ತದೆ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ്, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി ജയഹരി, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ എന്നിവരുൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഗാന്ധിജിയുടെ തത്വങ്ങളെക്കുറിച്ചും അവ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും ജനപ്രതിനിധികൾ സംസാരിച്ചു. അബ്ദുൽ റഹിമാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ആചാരപ്പെരുമയിൽ ആക്ഷേപഹാസ്യവുമായി പൊറാട്ട് വേഷങ്ങൾ അരങ്ങിലെത്തിയപ്പോൾ കാഴ്ചക്കാർക്കത് കൗതുകമായി. കാസർഗോഡ് പിലിക്കോട് രൈരമംഗല ഭഗവതി ക്ഷേത്രം കാർത്തിക വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പത്മശാലിയ പൊറാട്ട് അവതരിപ്പിച്ചത്. സാമൂഹ്യ പ്രശ്നങ്ങൾ നർമ്മത്തിൽ ചാലിച്ചാണ് പൊറാട്ട് വേഷങ്ങൾ അരങ്ങിലെത്തിയത്. വടക്കേ മലബാറിലെ പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായാണ് പിലിക്കോട് തെരുവിൽ പൊറാട്ട് വേഷങ്ങൾ എത്തിയത്. അട്ടക്കണം പോതി, ചേകവന്മാർ, കേളിപാത്രം, വാഴപ്പോതികൾ തുടങ്ങിയവയാണ് പൊറാട്ടിലെ പരമ്പരാഗത വേഷങ്ങൾ. മാണിക്കക്കല്ല് എന്ന സ്ഥലത്തിനായി അള്ളട സ്വരൂപവും ഇളങ്കൂത്ത് സ്വരൂപവും തമ്മിലുണ്ടായ അംഗപ്പുറപ്പാടും യുദ്ധവർണ്ണനകളുമാണ് പൊറാട്ടിന്റെ മറ്റൊരു ഐതിഹ്യമായി പറയുന്നത്. ഇതെല്ലാം നോക്ക് മുതലാണ്. നീ വീട്ടിലേക്ക് വരുമ്പോ എന്റെ പെണ്ണുങ്ങളോട് പറയണം ഏത് സാധനം വെച്ചെന്നാ മതി. പ്രാവ് പിടിച്ച വിളക്കം കൊണ്ട് വരും. എന്നിട്ട് 50 രൂപ ഭാരച്ചോണ്ട് തന്നെ പറഞ്ഞു, നീ വൃത്തിയാക്കി എന്നിട്ട് അകത്ത് കയറുന്നു. അപ്പൊ നമ്മളെ തിരുവര് പറഞ്ഞു, ആർക്കും വേണം കേൾക്കോ, പക്ഷെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കൂല. ആദ്യം തിരുവര് പറ്റുള്ളൂ. അപ്പൊ നമ്മളെ തിരുവര് വരെ പറഞ്ഞാൽ ആനുകാലിക സാമൂഹിക പ്രശ്നങ്ങൾ ഇത്തവണയും പത്മശാലിയ പൊറാട്ടിൽ ചർച്ചയായി. മയക്കുമരുന്നിന്റെ ഉപയോഗം, വർഗീയ സംഘർഷങ്ങൾ, നവമാധ്യമങ്ങളിലെ പുതുതലമുറയുടെ ഇടപെടൽ, മാധ്യമപ്രവർത്തനത്തിലെ തെറ്റായ ശൈലികൾ എന്നിവയും വിമർശനത്തിനിടയായി. ഒരു പണിയുമില്ല മലയാളികൾക്ക്, ഒരു പണിയുമില്ല. അല്ല ഹിന്ദിക്കാരാണ് പണിക്കാരല്ല, ഹിന്ദിക്കാരാണ്. നമ്മളെ ഗുരുവൻ എന്ന് പറഞ്ഞാൽ എന്റെ ഗുരുവനാണ് ഇവൻ. വൻ ജനാവലിയാണ് പൊറാട്ട് കാണുവാനായി എത്തിയത്. കാസർഗോഡിന്റെ സാംസ്കാരിക പെരുമയിലെ മറ്റൊരു കലാരൂപമായ ശാലിയ പൊറാട്ട് പയ്യന്നൂരിലും കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തും കാഞ്ഞങ്ങാട്ടും വരും ദിവസങ്ങളിലായി അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂറിന്റെ ദിനരാത്രങ്ങളെ ഭക്തിസാന്ദ്രമാക്കി മധൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധി വിനായക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പസേവാ ഉത്സവം. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. 9ാം ദിനം ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ചടങ്ങുകളും വേദികളിൽ സാംസ്കാരിക പരിപാടികളും നടന്നു. മധൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധി വിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പസേവയും ഭക്തി നിർഭരമാക്കുന്നു. രാവിലെ ദീപബലിയോടുകൂടി വൈദിക ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ശതരുദ്രാഭിഷേകം, 128 നാളികേര അഷ്ടദ്രവ്യ മഹാഗണപതി യാഗം, മഹാമൂടപ്പസേവയുടെ അരിമുഹൂർത്തം എന്നിവ നടന്നു. പ്രധാന വേദിയിൽ അർച്ചന ഗുണാജി അവതരിപ്പിച്ച കർണാടക ശാസ്ത്രീയ സംഗീതം അരങ്ങേറി. തുടർന്ന് ധാർമ്മിക സഭയും നടന്നു.
വൈകിട്ട് നടുദീപോത്സവം, വിവിധ സേവ, ശ്രീ മഹാഗണപതി മന്ത്രാനുഷ്ഠാനം എന്നിവ നടന്നു. നിരവധി ഭക്തരാണ് അനുഗ്രഹം തേടി ക്ഷേത്ര നടയിലെത്തിയത്. മഹോത്സവത്തിന് തിങ്കളാഴ്ച സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടി പാറ ശ്രീ ഭഗവതി ആലിചാമുണ്ടി ക്ഷേത്രത്തിൽ ഈ വർഷം കളിയാട്ടത്തിന് തെയ്യക്കോലങ്ങൾ ഉണ്ടാക്കില്ല. ആലി തെയ്യം കെട്ടിയാടുന്നതിലൂടെ പ്രസിദ്ധമായ കുമ്പളയിലെ പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാത്തതിനാലാണ് ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം തെയ്യക്കോലങ്ങൾ കെട്ടിയാടാതെ ചടങ്ങ് മാത്രമായി നടത്തുന്നത്. പാറ ശ്രീ ഭഗവതി ആലിചാമുണ്ടി ക്ഷേത്രം നടത്തിപ്പ് മലബാർ ദേവസ്വം ബോർഡിനാണ്. പ്രസ്തുത ക്ഷേത്രത്തിൽ പ്രാചീന കാലം മുതൽ നടന്നു വന്നിരുന്ന ചടങ്ങുകളിൽ മാറ്റം വരുത്തി ക്ഷേത്രത്തിലെ കാരണവർ അടക്കമുള്ള ആചാരക്കാരെ പങ്കെടുപ്പിക്കാതെ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരസ്ഥാനത്ത് ഭണ്ഡാരം നിലനിൽക്കെ പുതിയ ഭണ്ഡാരമുണ്ടാക്കി ദേവസ്വം ഫിറ്റ് പേഴ്സണും കൂടെയുള്ള കുറച്ചാളുകളും കഴിഞ്ഞ 2 വർഷം നടത്തിയ ഉത്സവത്തിൽ ക്ഷേത്രത്തിൽ ആചാരാവകാശമുള്ള തറവാട്ടുകാർ സഹകരിച്ചിരുന്നില്ല. പ്രശ്നം പരിഹരിക്കുവാൻ ജില്ലയിലെ 18 ഘടക ക്ഷേത്ര ഭാരവാഹികളുടെയും ആചാരസ്ഥാനികരുടെയും മധ്യസ്ഥതയിൽ നടന്ന പ്രശ്ന പരിഹാര ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന പരിഹാര വ്യവസ്ഥകൾ 2 കൂട്ടരും അംഗീകരിക്കുകയും പിന്നീട് ദേവസ്വം ഫിറ്റ് പേഴ്സണും കൂട്ടരും പിന്മാറുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നതെന്ന് ക്ഷേത്രത്തിലെ പാരമ്പര്യ ട്രസ്റ്റി ബംബ്രാണ യജമാനനും ക്ഷേത്രത്തിൽ ആചാരസ്ഥാനങ്ങൾ അനുഷ്ഠിക്കുന്ന തറവാട്ട് പ്രതിനിധികളും തെയ്യം കെട്ടുന്നതിനുള്ള ജന്മാവകാശമുള്ള കോലധാരികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു ഭണ്ഡാരം നിലവിലേക്ക് ഒരു ഭണ്ഡാരം ഉണ്ടാക്കിക്കൊണ്ട് ക്ഷേത്രോത്സവം വേറെ ആധാരം ലംഘിച്ചുകൊണ്ട് നടത്തിയ സ്ഥിതിയുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസംബർ മാസം, ഈ 2024 ഡിസംബർ മാസം 24-ാം തീയതി ഒരു കോംപ്രമൈസ് എന്ന രൂപത്തിൽ 18 ക്ഷേത്രക്കാരുടെ മധ്യസ്ഥതയിൽ ഒരു പ്രശ്നം നടത്തുകയും ആ പ്രശ്നത്തിൽ ഉയർത്തിരിഞ്ഞു വന്ന ആ ഫോർമുല അനുസരിച്ച് 2 കൂട്ടും കോംപ്രമൈസ് ആയിട്ട് ആ കോംപ്രമൈസിൽ നിന്നാണ് പിന്നീട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പൊ ആ പിന്തിരിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കുള്ള വിഷമമുണ്ട്. ഞങ്ങൾക്ക് ഉത്സവമായിട്ട് സഹകരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അച്ഛന്മാരെ അവർക്ക് പോകാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പോൾ പോകാൻ റെഡിയാണ്. എല്ലാവരും എല്ലാ ഫോർമയും അംഗീകരിച്ച് ഞങ്ങളുടെ ക്ഷേത്രോത്സവമായി നമുക്ക് സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോൾ ആ ഫോർമയിൽ നിന്നും പിൻവാങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇവിടെ ചില പ്രശ്നങ്ങളില്ലെന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സഹകരിക്കാൻ പറ്റുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ പാരമ്പര്യ സ്ഥിരം ട്രസ്റ്റി വി മോഹൻദാസ് റൈ, തെയ്യം കോലധാരി കുമ്പ്യ തറവാട്ടിൽ രാജേഷ്, ഇച്ചിലമ്പാടി തറവാട്ടിൽ ശ്രീധരപ്പണിക്കർ, ബല്ലമ്പാടി തറവാട്ടിൽ മോഹനൻ, കോരിക്കണ്ടം തറവാട്ടിൽ നാഗേഷ്, ബംബ്രാണ യജമാനരുടെ മകൾ അഡ്വക്കേറ്റ് ഭാഗ്യശ്രീ റൈ, കോലധാരി കുമ്പ്യ തറവാട്ടിൽ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൈദ്യുതി മേഖലയിലെ ജീവനക്കാർക്കായി കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിൽ സേഫ്റ്റി കോൺക്ലേവ് സംഘടിപ്പിച്ചു. എല്ലാവർക്കും സുരക്ഷ, എല്ലായിടത്തും സുരക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. KECB ലിമിറ്റഡ് ഡയറക്ടർ സുരേന്ദ്ര P ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും സുരക്ഷ, എല്ലായിടത്തും സുരക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വൈദ്യുതി മേഖലയിലെ ജീവനക്കാർക്കായി കാസർഗോഡ് സർക്കിളിന് കീഴിൽ സേഫ്റ്റി കോൺക്ലേവ് സംഘടിപ്പിച്ചു. വൈദ്യുതി മേഖലയിലെ ജീവനക്കാർ സുരക്ഷിതമായ രീതിയിൽ വൈദ്യുതി ലൈനിൽ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യേണ്ടത്, ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി ജീവനക്കാരെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളും കോൺക്ലേവിൽ ചർച്ചയായി. KECB ലിമിറ്റഡ് ഡയറക്ടർ സുരേന്ദ്ര P ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ ഈ പൊതുജനങ്ങൾക്ക് ആക്സിഡൻസ് ഉണ്ടാകുന്നത് ELCB, RCCB ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൂടി നമ്മൾ എല്ലാ വീടുകളിലേക്കും ELCB ഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു വാർഡ് തല കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി ബോർഡ് ഉത്തരവായിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കുള്ള ഒരു ബോധവൽക്കരണം, അത് നമ്മളുടെ ജീവനക്കാർ പോയി നടത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പൊതുജനങ്ങളെയും ജനപ്രതിനിധികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണ പരിപാടി കൂടി നടത്താൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് വാർഡ് തലം കമ്മിറ്റി രൂപീകരിക്കുകയും അതിനുള്ള ബോർഡ് ഉത്തരവ് ഉണ്ടാവുകയും അത് നിങ്ങൾ ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ ജനങ്ങളും കൂടി സുരക്ഷയെ പറ്റി നല്ല രീതിയിലുള്ള ഒരു ബോധവാന്മാരായിരിക്കും. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ആക്സിഡൻസ് കൂടി നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ചീഫ് എഞ്ചിനീയർ ഹരീഷൻ മൊട്ടമൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുരേഷ് കുമാർ SB, ഡെപ്യൂട്ടി ചീഫ് സേഫ്റ്റി കമ്മീഷണർ കൃഷ്ണകുമാർ, ചീഫ് സേഫ്റ്റി ഓഫീസർ വിനോദ് VK, നാഗരാജ ഭട്ട്, ആശ TP തുടങ്ങിയവർ സംസാരിച്ചു.
പരിപാടിയിൽ സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഡോക്ടർ PMA നിഷാദ്, ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി റെസ്പോൺസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഡോക്ടർ നാരായണ നായക്, ഇലക്ട്രിസിറ്റി ആൻഡ് സേഫ്റ്റി എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഷീജ, സേഫ്റ്റി ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ സംബന്ധിച്ച് OV രമേശ്, സാബുലാൽ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 68ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. GVHSS കയ്യൂരിലെ 68ാമത് വാർഷികാഘോഷവും സ്കൂൾ പ്രിൻസിപ്പാൾ PP സുധ ടീച്ചർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും ഉപഹാര സമർപ്പണവും നടന്നു. യാത്രയയപ്പ് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ പ്രമോദ് ആലപ്പടമ്പൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PV ഷീബ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ P ലീല, VHSE വിഭാഗം പ്രിൻസിപ്പാൾ മിനിമോൾ MP, ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് വിജയൻ K, ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ശ്രീഷ VG, SMC ചെയർമാൻ K രമേശൻ, മദർ PTA പ്രസിഡന്റ് ലേഖ AK, ഗോപാലൻ P, നേഹ TK എന്നിവർ സംസാരിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് മെമ്പറും PTA പ്രസിഡന്റുമായ M പ്രശാന്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷാജി KP നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്റ്റാഫ് അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഉപഹാര വിതരണവും ഇതോടൊപ്പം നടന്നു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ, മദർ PTA, സമീപ വിദ്യാലയങ്ങളിലെ കുട്ടികൾ, രക്ഷിതാക്കൾ എന്നിവർ അവതരിപ്പിച്ച കലാവിരുന്നും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡയാലൈഫ് ഡയബറ്റീസ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇനി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രമേഹ വൃക്കരോഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി. നവീകരിച്ച ആശുപത്രിയുടെ ഉദ്ഘാടനം ഏപ്രിൽ 24 വ്യാഴാഴ്ച നടക്കും. ഇതിനു മുന്നോടിയായി ഏപ്രിൽ 6 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് മെഗാ യൂറോളജി ക്യാൻസർ ക്യാമ്പ് സംഘടിപ്പിക്കും. പ്രമേഹപാത പരിചരണത്തിൽ കഴിഞ്ഞ 6 വർഷമായി മികവ് തെളിയിച്ച ഡയാലൈഫ് കാസർഗോഡ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രമേഹ വൃക്കരോഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർന്നു. ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുപോലും നിരവധി രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ഈ സ്ഥാപനം കാസർഗോഡിൻ്റെ ആരോഗ്യരംഗത്ത് പുതിയൊരു അധ്യായമാണ് കുറിച്ചിരിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവീകരിച്ച ആശുപത്രിയുടെ ഉദ്ഘാടനം ഏപ്രിൽ 24 വ്യാഴാഴ്ച നടക്കും. ഇതിനു മുന്നോടിയായി ഏപ്രിൽ 6 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഡയാലൈഫ് ഹോസ്പിറ്റലിൽ വെച്ച് മെഗാ യൂറോളജി ക്യാൻസർ ക്യാമ്പ് നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. പല ക്യാൻസർ രോഗികളും അവസാന ഘട്ടങ്ങളിലാണ് ചികിത്സ തേടുന്നത്. എന്നാൽ അർബുദങ്ങളിൽ പലതും നേരത്തെ കണ്ടെത്തി ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുന്നവയാണ്. ക്യാൻസർ രോഗത്തോടുള്ള ഭീതിയും ആശങ്കയും ആളുകളെ ചികിത്സ തേടുന്നതിൽ നിന്നും പിൻവലിക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് ക്യാമ്പിൻ്റെ ലക്ഷ്യം. 30 വയസ്സിന് മുകളിലുള്ള ആർക്കും ക്യാമ്പിൽ പങ്കെടുക്കാമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. 6 തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നമ്മുടെ ബഹുമാന്യരായ കുമ്പോൽ സയ്യിദ് K സാറ്റക്കോയ തങ്ങളാണ് നമ്മുടെ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം. അതോടൊപ്പം തന്നെ നമ്മളെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്വാൻസ്ഡ് യൂറോളജി ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മളിപ്പോൾ മംഗലാപുരത്തെ ആശ്രയിച്ചാണ് നമ്മൾ പല ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ട് രോഗികളെ നമ്മൾ അയക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI അസിസ്റ്റഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഓപ്പറേഷൻ തിയേറ്ററും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള ഓപ്പറേഷൻ തിയേറ്റർ നമ്മളിവിടെ കാസർഗോഡ് തന്നെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാമ്പിൽ നമുക്ക് ചില ടെസ്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഷുഗർ, കിഡ്നീൻ്റെ ടെസ്റ്റ്, അതുപോലെ തന്നെ കിഡ്നിയിൽ യൂറിനിൽ പ്രോട്ടീൻ പോകുന്ന ടെസ്റ്റുകൾ, അതുപോലെ സ്കാനിങ്ങിൽ ചെറിയ ഒരു ഇളവുകൾ വെച്ചിട്ട് ബാക്കിയുള്ള ലാബ് ടെസ്റ്റുകൾ, ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റുകൾ എല്ലാം മിതമായ രീതിയിൽ കുറച്ചൊരു സഹകരണ റേറ്റിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട്. ഡയാലൈഫ് മാനേജിംഗ് പാർട്ട്ണർമാരായ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി IK, ഡോക്ടർ മൊയ്തീൻ നഫ്സീർ പാദൂർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് മൻസൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് 33 വർഷത്തെ പാരമ്പര്യവുമായി വിദ്യാനികേതൻ കാഞ്ഞങ്ങാട് ഇനി ചട്ടഞ്ചാലിലും. ചട്ടഞ്ചാലിലെ സിറ്റി ഡെന്റൽ ക്ലിനിക് ബിൽഡിംഗിലാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു.
പഠനത്തിനും വിജയത്തിനും വിശ്വാസത്തിനും എന്നും നമ്പർ 1 വിദ്യാനികേതൻ കാഞ്ഞങ്ങാടിൻ്റെ പുതിയ ബ്രാഞ്ച് ചട്ടഞ്ചാലിൽ പ്രവർത്തനമാരംഭിച്ചു. ചട്ടഞ്ചാലിലെ സിറ്റി ഡെന്റൽ ക്ലിനിക് ബിൽഡിംഗിലാണ് കോച്ചിംഗ് സെന്റർ ആരംഭിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി ആഷിഖ്, CPI ലോക്കൽ സെക്രട്ടറി നാരായണൻ, ഹക്കീം കുന്നിൽ, മുസ്ലിം ലീഗ് നേതാവ് TD കബീർ, ബിൽഡിംഗ് ഓണർ സലീം ചട്ടഞ്ചാൽ, സുരേഷ് പള്ളിക്കര, സുകുമാരൻ പൂച്ചക്കാട്, BJP മണ്ഡലം പ്രസിഡന്റ് ഷൈനി എന്നിവർ സംസാരിച്ചു. 8, 9, 10 സ്റ്റേറ്റ് ആൻഡ് CBSE സിലബസ് കോച്ചിംഗ് ക്ലാസുകൾ ചട്ടഞ്ചാലിലെ വിദ്യാനികേതൻ കോച്ചിംഗ് സെന്ററിൽ നിന്നും ലഭിക്കും. +1, +2 സയൻസ് കൊമേഴ്സ് കോച്ചിംഗ് ക്ലാസുകൾ ഏപ്രിൽ 21 മുതൽ തുടങ്ങും. 33 വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് വിദ്യാനികേതൻ കാഞ്ഞങ്ങാടിൻ്റെ പുതിയ ബ്രാഞ്ച് ചട്ടഞ്ചാലിൽ ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന രീതിയിൽ മികച്ച പരിശീലനമാണ് സെന്റർ വഴി നൽകുന്നതെന്ന് വിദ്യാനികേതൻ കാഞ്ഞങ്ങാട് മാനേജിംഗ് ഡയറക്ടർ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു. വിദ്യാനികേതൻ എന്നുള്ള സംരംഭം ഞാൻ 1992 സ്വന്തമായിട്ട് തുടങ്ങിയതാണ്. ഏകദേശം ഞാൻ 19-20 വയസ്സിൽ തന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ചു. ഇപ്പോൾ 33 വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് ചട്ടഞ്ചാലിൽ ഒരു ബ്രാഞ്ച് ആരംഭിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. മാത്രമല്ല ഇതിൽ എനിക്ക് പാർട്ട്നേഴ്സായിട്ട് 4 പേരാണുള്ളത്. നമ്മുടെ ഹസൻ ഹാജി, അതേപോലെ മനോജ് എം, അതേപോലെ തന്നെ നിഷാൻ കാഞ്ഞങ്ങാട്, അങ്ങനെയുള്ള 4 പേരാണ് എനിക്കിതിൽ പാർട്ട്നേഴ്സായിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിലാണ് ഉള്ളത്. ഏകദേശം ഒരു 28 ടീച്ചേഴ്സ് ഞങ്ങളെ കാഞ്ഞങ്ങാട് തന്നെ ഉണ്ട്. അതേപോലെ തന്നെ കാഞ്ഞങ്ങാട് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഫുൾ A+ മാജിക്കിലൂടെ ഫുൾ A+ നമ്മൾ എത്തിച്ചിട്ട് കുട്ടികൾക്ക് എത്തിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ചട്ടഞ്ചാലും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു അപേക്ഷ ഈ സമയത്ത് വെക്കുകയാണ്. നിലവിൽ വിദ്യാനികേതൻ്റെ 2025-26 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസുകളും വിദ്യാനികേതനിൽ നിന്നും ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിന്റെ സ്വന്തം ജ്വല്ലറിയായ ബിന്ദു ജ്വല്ലറിക്ക് അതിവിശാലമായ ഷോറൂം റീലോഞ്ചിംഗ് പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ബിന്ദു ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർമാരായ അഭിലാഷ് KVയുടെയും അജിതേഷ് KVയുടെയും മാതാവ് റീലോഞ്ചിംഗ് നിർവഹിച്ചു. വൈകുന്നേരം നടന്ന ആഘോഷ ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ നിർവഹിച്ചു. വർഷങ്ങളുടെ പാരമ്പര്യ തികവുമായി സ്വർണ്ണ വ്യാപാര രംഗത്ത് കാസർഗോഡിന് പ്രൗഢി പകരുന്ന ബിന്ദു ജ്വല്ലറി ഇനി കൂടുതൽ വിശാലമായ ഷോറൂമിൽ. മാറ്റങ്ങൾക്കനുസൃതമായി ഏറ്റവും മികച്ചതും അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോടെയുമാണ് ബിന്ദു ജ്വല്ലറി നവീകരിച്ചത്. റീലോഞ്ചിംഗ് ചടങ്ങ് കാസർഗോഡിന് ഉത്സവ നിറവേകിയാണ് നടന്നത്. ബിന്ദു ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർമാരായ അഭിലാഷ് KVയുടെയും അജിതേഷ് KVയുടെയും മാതാവ് ശോഭ പ്രൗഢമായ ചടങ്ങിൽ റീലോഞ്ചിംഗ് നിർവഹിച്ചു. വിവിധ മേഖലകളിലെ പ്രമുഖരുൾപ്പെടെ നിരവധി പേർ റീലോഞ്ചിംഗ് ചടങ്ങിൽ പങ്കെടുത്തു. വൈകുന്നേരം നടന്ന ആഘോഷ ചടങ്ങ് പ്രശസ്ത ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നൽകിയ സ്നേഹത്തെക്കുറിച്ചും ബിന്ദു ജ്വല്ലറിയുടെ സ്വർണ്ണ പരിശുദ്ധിയെക്കുറിച്ചും മനോഹരമായി സംസാരിച്ച് ശ്വേതാ മേനോൻ സദസ്സിനെ കയ്യിലെടുത്തു. അങ്കിൾ തുടങ്ങിയ ഒരു ചെറിയൊരു സംരംഭമാണെങ്കിലും മൂപ്പര് വിചാരിച്ചില്ല ഇന്ന് ഇത്രയും ഇങ്ങനെ പന്തലിച്ചിങ്ങനെ വളർന്ന് ഒരുപാട് ഷോറൂംസ് ഇപ്പോൾ മാംഗ്ലൂരിലുണ്ട്, കേരളത്തിലുണ്ട്. ഒരുപാട് ഇനി ഷോറൂംസ് തുറക്കുന്ന ഉറപ്പാണ്. ബിക്കോസ് ഏറ്റവും ജാസ്തി നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നത് ഒരു പ്രോമിസ് ഓഫ് എ ലൈഫ് ടൈമാണ്. പ്രോമിസ് ഓഫ് എ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെങ്കിൽ ഒന്ന് ഭാര്യ ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ട് പ്രോമിസ് അത്ര കൊടുക്കാറില്ല. പക്ഷെ സ്വർണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ബ്ലെസ്സിങ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, അതും ഇത്രേ തുടങ്ങി എന്താ പറയുക നവീകരിച്ച് റീലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമയത്ത് ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സ്ഥലത്ത് നമ്മൾ റീലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെല്ലാവരുടെയും കാരണമാണ് അവർക്ക് ഇത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഒരു വലിയൊരു കൈയടി. ബിന്ദു ജ്വല്ലറിയുടെ സ്ഥിര ഉപഭോക്താക്കളിൽ നിന്നും തിരഞ്ഞെടുത്ത 5 പേരെ ചടങ്ങിൽ ആദരിച്ചു. ബിന്ദു ജ്വല്ലറി സംഘടിപ്പിച്ച ഫോട്ടോ കോൺടെസ്റ്റിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി. എന്നെ നെല്ലിക്കുന്ന് MLA, BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനി, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, വാർഡ് മെമ്പർ പത്മിനി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു.
ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പ് നടത്തി ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 3 ദമ്പതികൾക്ക് ബമ്പർ സമ്മാനമായി മലേഷ്യൻ ട്രിപ്പ് ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തച്ചങ്ങാട് ബാലകൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സഹകരണ രംഗങ്ങളിൽ തിളങ്ങിയിരുന്ന അതുല്യ പ്രതിഭയായിരുന്നു തച്ചങ്ങാട് ബാലകൃഷ്ണൻ എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖ് MLA പറഞ്ഞു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സഹകരണ രംഗങ്ങളിൽ തിളങ്ങിയിരുന്ന അതുല്യ പ്രതിഭയായിരുന്നു തച്ചങ്ങാട് ബാലകൃഷ്ണൻ എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖ് MLA പറഞ്ഞു. തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റും ഒക്കെയായിട്ടുള്ള പ്രിയ സഹപ്രവർത്തകൻ, സ്നേഹിതൻ ശ്രീ സാജിദ് മൂവൽ, കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി, ഞങ്ങൾ ഇന്ന് നാറാത്ത് സർവീസ് സഹകരണ ബാങ്ക് ഫസ്റ്റ് ക്ലാസ് ബാങ്കാണ്, ആ ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ശ്രീ രജിത് നാറാത്ത്. അവിടെ ഒരു പരിപാടിക്ക് വേണ്ടി ഇന്ന് കാലത്ത് എത്തിയതായിരുന്നു. കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തു വന്നതാണ് പ്രിയപ്പെട്ട ശ്രീ രജിത്. തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകനും ഇൻകാസ് ഷാർജ ജില്ലാ പ്രസിഡന്റുമായ വി നാരായണൻ നായർക്ക് ടി സിദ്ദീഖ് കൈമാറി. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ അനുസ്മരിച്ചു. KPCC അംഗം ഹക്കീം കുന്നിൽ, DCC വൈസ് പ്രസിഡന്റ് സാജിദ് മവൽ, രഞ്ജിത്ത് നാറാത്ത്, DCC ജനറൽ സെക്രട്ടറിമാരായ ഗീതാ കൃഷ്ണൻ, PV സുരേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ഭക്തവത്സലൻ, KV ശ്രീധരൻ, MP ഷാഫി, പള്ളിക്കര പഞ്ചായത്ത് അംഗം ജയശ്രീ മാധവൻ, T യശോദ, സംഘാടക സമിതി കൺവീനർ മഹേഷ് തച്ചങ്ങാട്, മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി, ട്രഷറർ ചന്ദ്രൻ തച്ചങ്ങാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. AISF കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. സംസ്ഥാന സെക്രട്ടറി P കബീർ ഉദ്ഘാടനം നിർവഹിച്ചു. AISF കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് വെച്ചാണ് നടന്നത്. സംസ്ഥാന സെക്രട്ടറി P കബീർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലൊരു പരിഷ്കരണം നടത്തിയാൽ അത് നടപ്പിലാക്കാൻ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം തന്നെ നിർബന്ധിതമാണ്. നടപ്പിലാക്കാതിരിക്കാൻ വേറെ വഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് നടപ്പിലാക്കി വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വിവിധങ്ങളായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2024-25 അധ്യയന വർഷം UG കോഴ്സുകൾക്ക്, ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെല്ലാം 4th ഇയർ ഡിഗ്രിയിലാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്, 4 വർഷ ഡിഗ്രി. അത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. അത് 1ാം വർഷം കഴിയുമ്പോൾ നമുക്ക് എക്സിറ്റ് അടിക്കാം, ആ വർഷത്തെ സർട്ടിഫിക്കറ്റ് മേടിക്കാം. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിബിൻ എബ്രഹാം, AIYF ജില്ലാ സെക്രട്ടറി M ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ N ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡിയം കമ്മിറ്റി അംഗങ്ങളായ KK സോയ, വിമൽ, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രഭിജിത്ത്, K ആദ്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മീൻ പിടിക്കുന്നതിനിടെ പക്ഷാഘാതം വന്ന് തൊഴിലാളി കടലിൽ കുടുങ്ങി. രക്ഷകരായി കോസ്റ്റൽ പോലീസും തീരത്തെ രക്ഷാപ്രവർത്തകരും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 33ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഗോപിക്കാനത്ത് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് പ്രൗഢിയേകി മഹാത്മാഗാന്ധിയുടെ പ്രതിമ. അനാച്ഛാദനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ആചാരപ്പെരുമയിൽ ആക്ഷേപഹാസ്യവുമായി പൊറാട്ട് വേഷങ്ങൾ. സാമൂഹ്യ പ്രശ്നങ്ങൾ നർമ്മത്തിൽ ചാലിച്ച പ്രകടനം കാഴ്ചക്കാർക്ക് കൗതുകമായി. തർക്കം പരിഹരിക്കുവാനായില്ല. പാറാശ്രീ ഭഗവതി ആലിചാമുണ്ടി ക്ഷേത്രത്തിൽ ഈ വർഷം കളിയാട്ടത്തിന് തെയ്യക്കോലങ്ങൾ ഉണ്ടാകില്ല. കയ്യൂർ സ്കൂളിൽ 68ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.